നമ്മുടെ മലയാളികളുടെ കൂട്ടത്തിൽ ചിലപ്പം ഒരു 5% ആൾക്കാർക്ക് മാത്രമേ ഞാൻ ഈ നിൽക്കുന്ന പ്രോപ്പർട്ടി അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളായിരിക്കും. കാരണം ഈ ഒരു പ്രോപ്പർട്ടിയുടെ വില ഏകദേശം 80 കോടി ഇന്ത്യൻ റുപ്പീസാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടിക്ക് 80 കോടി ഇന്ത്യൻ റുപ്പീസ് വില വരുന്നതെന്ന്. ഇതാണ് ഐൻ ദുബായ്, ഇതാണ് മറീന. ദുബായിലെ തന്നെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള വ്യൂ ആണിത്. അതുമാത്രമല്ല, ഞാൻ ഈ നിൽക്കുന്നത് ഒരു പെൻറ്റ് ഹൗസ് ആണ്. ഏകദേശം 6 ബെഡ്റൂമുള്ള പെൻറ്റ് ഹൗസ് ആണ്. ഏകദേശം 6000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഹ്യൂജ് അപ്പാർട്ട്മെൻ്റ് ആണ്. അതുമാത്രമല്ല, ഇതൊരു ഫുൾ ഫ്ലോർ വരുന്ന പെൻറ്റ് ഹൗസ് ആണ്. ഈ ഒരു പെൻറ്റ് ഹൗസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഞാനിത് വിൽക്കാനല്ല നോക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടിക്ക് 80 കോടി ഇന്ത്യൻ റുപ്പീസ് വരുന്നതെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. കാരണം കാശുള്ളവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് അവരുടെ ലൈഫ് സ്റ്റൈലാണ്. സോ അവർക്ക് 80 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. പക്ഷേ ഈ ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടത്തില്ല. കാരണം നോക്കിയേ, വില്ലയിൽ എങ്ങനെയാണോ ആ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു പെൻറ്റ് ഹൗസ് ചെയ്തേക്കുന്നത്. ഏകദേശം ഓഫീസ് സ്പേസ് വരുന്നുണ്ട്, 6 ബെഡ്റൂംസ് വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 12 പേർക്ക് നിൽക്കാൻ പറ്റിയ കപ്പാസിറ്റിയിലുള്ള 6000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആണിത്. ഇതിപ്പം 80 കോടിയാണ്. നിങ്ങൾ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഏകദേശം 120 കോടി മേലെ പോകും. കാരണം ഇതെടുക്കാൻ വേണ്ടി ഇഷ്ടംപോലെ കോടീശ്വരരാണ് ദുബായിലുള്ളത്. സോ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, കോസ്റ്റൽ ലൈൻ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാശ് ഉണ്ടാക്കിയിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, ഈ കോസ്റ്റൽ ലൈൻ വളരെ ലിമിറ്റഡ് ആണ്. സോ ഇതുപോലത്തെ കോസ്റ്റൽ ലൈനിൽ വരുന്ന സീ ഫേസിംഗ് ആണുള്ള പ്രോപ്പർട്ടി നമുക്ക് 1 ബെഡ്റൂം ഏകദേശം 5 കോടി രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇത് കണക്കുള്ള ഒരു അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പ്രോപ്പർട്ടി ലൈഫ് സ്റ്റൈലൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഷുവർ ആയിട്ട് ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി എല്ലാ ഡീറ്റെയിലും ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം.